ആദ്യം സുഭാഷിതമാണ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് CH ഇസ്മായിൽ ഫാറൂഖി. വിശുദ്ധ റമളാൻ ആത്മീയതയുടെ ഉത്സവകാലമാണ്. വിശ്വാസികളുടെ മനസ്സിൽ ഭക്തിയുടെയും ആനന്ദത്തിന്റെയും പൂമഴ വർഷിക്കുന്നു. മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന ദിനരാത്രങ്ങളാണ് അത് സമ്മാനിക്കുന്നത്. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകവാതിലുകൾ കൊട്ടിയടക്കപ്പെടുകയും പിശാചിനെ ബന്ധനസ്ഥനാക്കുകയും ചെയ്യുന്ന നാളുകളാണ്. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് വരാനും തിന്മാഗ്രഹിക്കുന്നവരോട് പിന്തിരിയാനും പ്രവാചകൻ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന മഹത്തായ മാസത്തെ ഫലപ്രദമായി വിനിയോഗിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കണം. നോമ്പിന്റെ ആത്മാവാണ് സൂക്ഷ്മത അഥവാ ഭയഭക്തി. അതിന് ഭംഗം വരുന്ന ഒന്നും തന്നെ നോമ്പുകാരനിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകരുത്. അനാവശ്യമായ സംസാരവും പ്രവർത്തനവും ഉപേക്ഷിക്കാത്തവൻ ഭക്ഷണപാനീയങ്ങൾ വെടിയണമെന്ന് അള്ളാഹുവിന് യാതൊരു താൽപ്പര്യവുമില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എത്രയെത്ര നോമ്പുകാരാണ് നോമ്പ് മൂലം ദാഹമല്ലാതെ മറ്റൊന്നും അവർക്ക് കിട്ടുന്നില്ല. എത്രയെത്ര രാത്രി നമസ്കാരക്കാരാണ് ഉറക്കം നഷ്ടപ്പെടുകയല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. തുടങ്ങിയ പ്രവാചക വചനങ്ങൾ വ്രതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നതാണ്. അന്നപാനീയങ്ങൾ വെടിഞ്ഞ് നോമ്പെടുക്കുന്നതോടൊപ്പം അനാവശ്യവും അനുചിതവുമായ സകല പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിനെയും ശരീരത്തെയും അകറ്റി നിർത്തുന്നിടത്താണ് നോമ്പ് ജീവനുള്ളതാവുന്നത്. അലസതയും നിഷ്ക്രിയത്വവും കൃത്യവിലോപവും വെടിഞ്ഞ് ഉണർവും ഉന്മേഷവും നേടിയെടുക്കലാണ് നോമ്പിന്റെ മറ്റൊരു സവിശേഷത. പടച്ചവന്റെ പ്രതിഫലം ആഗ്രഹിച്ച് കർമ്മനിരതരാവാൻ പ്രവാചകൻ വിശ്വാസികളെ പ്രചോദിപ്പിക്കുന്നത് കാണാം. വിശ്വാസത്തോടും പ്രതിഫലം ആഗ്രഹിച്ചും ആരെങ്കിലും റമളാനിൽ നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നതാണ് പ്രവാചകന്റെ മഹത്തായ അധ്യാപനം. ദൈവത്തിന്റെ കൽപ്പനകൾ ശിരസാവഹിച്ച് വ്രതമെടുക്കുന്ന വിശ്വാസികളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ്. 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അല്ലാഹു തിരസ്കരിക്കില്ലെന്ന് പ്രവാചകൻ അറിയിക്കുന്നുണ്ട്. അതിലൊന്ന് നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ പ്രീതി കരസ്ഥമാക്കാനുള്ള ഒട്ടേറെ വഴികൾ ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്. ആത്മീയ നവീകരണത്തിന്റെ മാസം കൂടിയാണിത്. ഒരു പ്രവാചക വചനത്തിന്റെ ആശയം ഇങ്ങനെയാണ്: 5 നേരത്തെ നമസ്കാരങ്ങൾക്കിടയിലുള്ള സമയത്തെ ചെറുപാപങ്ങളെല്ലാം ഓരോ നമസ്കാരത്തോടും കൂടി പൊറുക്കപ്പെടുന്നു. അതുപോലെ വൻ പാപങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ റമളാൻ വന്നെത്തുന്നതോടെ കഴിഞ്ഞ റമളാൻ മുതൽ ഇക്കാലം വരെയുള്ള ചെറുപാപങ്ങൾ അല്ലാഹു പൊറുത്തു തരുന്നു. പാപമോചനത്തെക്കുറിച്ചുള്ള വിശാലമായ പ്രതീക്ഷകളും വാഗ്ദാനങ്ങളുമാണ് പ്രസ്തുത ആശയത്തിലൂടെ മതം മുന്നോട്ട് വെക്കുന്നത്. ആ രൂപത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കേട്ട സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് CH ഇസ്മായിൽ ഫാറൂഖ്.